വേങ്ങരയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി KM ഷാജി അദ്ദേഹം പ്രചരണത്തിലാണ്. എങ്ങനെ വേങ്ങര സ്വീകരിച്ചോ? UDF സ്ഥാനാർത്ഥിയാണ്. വേങ്ങര സ്വീകരിച്ചു. വേങ്ങര സന്തോഷപൂർവ്വം എന്താണ് അവർ സ്വീകരിക്കുകയും പ്രചരണങ്ങളുടെ മുമ്പിൽ പോവുകയും ചെയ്തു. വേങ്ങരക്കാരെ വെച്ച് നോക്കുമ്പോൾ ഒരു പുതിയ പ്ലയാണ്. അങ്ങനെയല്ല, കേരളത്തിലേക്ക് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. നമ്മൾ കൊല്ലം മുതൽ അങ്ങോട്ട് കാസർഗോഡ് വരെ എന്നറിയും പോലെ നടന്നതല്ലേ. ഇത് കുറേ കൂടെ കമ്പാരിറ്റീവ്ലി വളരെ അടുത്താണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പുതിയ ഫീലൊന്നും ഇല്ല അവിടെ. വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന സ്ഥലമാണല്ലോ, ഏകദേശം 30,000 മുകളിലൊക്കെ ഭൂരിപക്ഷം ആണ്. അപ്പം KM ഷാജി വന്നിട്ട് ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? അല്ല, ഇവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പുതുതായിട്ടുള്ളതല്ല. വികസനം എന്ന് പറയുന്നത് ഒരു നൈരന്തര്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് വന്നിട്ട് പുതുതായിട്ട് ചെയ്യേണ്ടതായ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഒരു 3 വരി പാതയിലൂടെ പോകുമ്പോൾ പിന്നെ പറയാം 4 വരി പാത വേണമെന്നാണല്ലോ. വികസനങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ പുതിയ കാലത്തെ ഒരു വികസന പരിപ്രേക്ഷ്യമുണ്ട്. അതെങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ആ അർത്ഥത്തിൽ തന്നെ വേങ്ങരയെ ഒന്ന് ക്രമീകരിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. ഈ വേങ്ങരക്കാരിപ്പം പലപ്പോഴും പറയാറുണ്ട്, വേങ്ങരയിലെ പഴയ MLA PK കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹം വേങ്ങരയിൽ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്ന ആളാണ്. കല്യാണ വീടുകൾ, മരണ വീടുകളിലൊക്കെ നിരന്തരം പോകുന്ന ഒരാളാണ്. അങ്ങനെ അതിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, കുഞ്ഞാലി സാഹിബ് ഒരു ത്രെട്ടാണ് എനിക്ക്. എന്നുവെച്ചാൽ മൂപ്പരുടെ ഒരു മാനേജ്മെൻറ്റ് കപ്പാസിറ്റി, മൂപ്പരുടെ ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി, പിന്നെ മൂപ്പരുടെ ഒരു കേരള രാഷ്ട്രീയത്തിൽ തന്നെയുള്ളൊരു അക്സെപ്റ്റൻസി ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് അതുമാത്രം എൻ്റെ മുമ്പിലുള്ളൊരു പ്രശ്നമുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, അദ്ദേഹം തന്നെയാണ് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹം കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്ത് പോകാൻ കഴിയുന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പിൻഗാമിയാണോ നിങ്ങൾ ലീഗ് രാഷ്ട്രീയത്തിൽ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ നേതാക്കന്മാരാണല്ലോ. അപ്പോൾ നേതാവിൻ്റെ പിന്നിൽ നടക്കുന്നവൻ പിൻഗാമിയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാണ്. ഇവിടെ ഉണ്ടായിരുന്നോ പ്രചരണ രംഗത്ത്? പ്രത്യേകിച്ചും വേങ്ങരയിൽ നിങ്ങൾ വരുമ്പം കുഞ്ഞാലി സാഹിബ് കൈ പിടിച്ച് വേങ്ങരയിൽ എത്തിക്കണമല്ലോ. അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ കൺവെൻഷൻ നടക്കുന്നു, അതിൽ അദ്ദേഹം ഉണ്ടാവും. പിന്നെ എല്ലാ ദിവസവും രാവിലെ വിളിക്കും. അതിൻ്റെ മോണിറ്ററിംഗ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ തിരക്കുകൾക്കിടയിലും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വന്നിരുന്നോ? വന്നിരുന്നു. താങ്കൾ കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് ലീഗ് രാഷ്ട്രീയത്തിൽ ഒരു ഫയർ ബാൻഡാണ്. ഭയങ്കര അഗ്രസീവായി പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് ഇനിയും തുടരുമോ? ഇനി വേങ്ങരയിലെ നമ്മുടെ PK കുഞ്ഞു സാഹിബിന് പറയുകയാണെങ്കിൽ ഒരു കോംപ്രമൈസ് രാഷ്ട്രീയമാണല്ലോ ഏറെക്കുറെ. അങ്ങനെയല്ല, ഒരു എല്ലാവരോടും സമരസപ്പെട്ട് പ്രതിപക്ഷം അല്ലെങ്കിൽ എതിർ പാർട്ടികളോട് പോലും കൈ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിലുണ്ട്. വേങ്ങരയിൽ എങ്ങനെയായിരിക്കും ഷാജിയുടെ രാഷ്ട്രീയം മുന്നോട്ടുണ്ട്? അല്ല, അങ്ങനെയല്ല. എൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പുതിയൊരു സാധനം വെച്ചിട്ട് ഞാൻ വേറെ ആളാവാൻ എന്തായാലും ശ്രമിക്കില്ല. അത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്. അതാരെയും ആക്ഷേപിക്കുകയോ ആളുകൾക്ക് എതിരാവുകയോ ഒന്നല്ല. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് പോകുന്നുള്ളൂ. അതിൽ വാശി പിടിച്ചിട്ട് അതാണ് ശരിയെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എൻ്റെ ഒരു ശൈലിയിൽ തന്നെ ആയിരിക്കും എൻ്റെ മുന്നോട്ടുള്ള പോക്ക്, അല്ലാതെ അതിൽ വേറെ കോംപ്രമൈസ് ഒന്നും ഉണ്ടാവില്ല. പ്രധാനമായിട്ടും CPM-നെതിരെയുള്ള, CPM ആണല്ലോ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വിമർശിക്കുന്നത്. വളരെ അഗ്രസീവായ വിമർശനമായിരുന്നു KM ഷാജിയുടെ. പ്രത്യേകിച്ച് പല ലീഗ് നേതാക്കന്മാരുടെ നമ്മൾ കാണാത്ത രീതിയിലുള്ള അത്തരം വിമർശനങ്ങളൊക്കെ ഇനിയും തുടരുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. വിമർശനങ്ങൾക്ക് ഒരു അതിൻ്റെ മൂർച്ച കുറക്കാനൊന്നും എന്തായാലും കഴിയില്ല. അതെൻ്റെ ഒരു രീതിയാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി വിമർശിക്കുക എന്നുള്ളതല്ല, ഇനി നടപടിക്രമങ്ങളുമായിട്ടാണ് മുമ്പോട്ട് കൊണ്ടതെങ്കിലും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ആ നടപടിക്രമങ്ങളിലും മുമ്പിൽ തന്നെ ഞാനുണ്ടാവും. പ്രത്യേകിച്ചും വേങ്ങര എത്തിക്കൊണ്ട് ചോദിക്കുകയാണ്. വേങ്ങരയിൽ ലീഗും CPM എന്നൊക്കെ പരസ്പരം പല ഘട്ടത്തിലും സഹകരിച്ചു പോയിട്ടുണ്ട്. അപ്പം രാഷ്ട്രീയമായിട്ടൊരു മുന്നണി എന്നുള്ള രീതിയിലൊന്നും അല്ലെങ്കിൽ പോലും. പക്ഷേ ഷാജിയുടെ രാഷ്ട്രീയ അജണ്ടയിലൊന്നും അങ്ങനെ ഒരു കൈകൊടുക്കലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ചോദിച്ചത്. പക്ഷേ അത് തോന്നലാണ്. കാരണം എന്താ വെച്ചാൽ CPM-ൻ്റെ കോട്ടയത്തിലുള്ള അഴീക്കോടാണ് ഞാനുണ്ടായിരുന്നത്. എൻ്റെ അഴീക്കോട് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എല്ലാ വോട്ടർമാരോടും ഒരേപോലെ പെരുമാറാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. കാരണം CPM-ൻ്റെ കോട്ടകളായിട്ടുള്ള പാപ്പനശ്ശേരിയിലും അഴീക്കോടിലൊക്കെയാണ് ഞാൻ അന്ന് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്കറിയായിരുന്നു ആദ്യത്തെ ഘട്ടം എന്നെ തിരഞ്ഞെടുക്കുന്ന ചെറിയ വോട്ടിന്, രണ്ടാമത്തെ ഘട്ടം തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടെ വലിയ വോട്ടിന്, മൂന്നാമത്തതൊരു ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആക്രമണം ആയതുകൊണ്ടാണ് ഞാൻ തോൽക്കുന്നത്. പക്ഷേ അപ്പോൾ CPM-ൽ ആരുമായിട്ടും ഇപ്പോൾ ഇവിടെ തന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ കണ്ടു, അദ്ദേഹമായിട്ട് സൗഹൃദം പങ്കുവച്ചു. അങ്ങനെ അതിലൊന്നും അത് എൻ്റെ രീതിയാണ്. ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ എടുക്കുന്ന ചില സമീപനങ്ങൾ നിയമസഭയുടെ അകത്തായിരുന്നാലും അല്ലെങ്കിൽ വേദികളിലായിരുന്നാലും ഡിപ്ലോമസി വേണ്ടത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ജനങ്ങളുടെ പ്രശ്നം വരുമ്പോൾ ഏറ്റവും അഗ്രസീവ് ആവുകയും മനുഷ്യൻ എന്നുള്ള ആളുകളെ കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും മൈൽഡാവുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയത്തിലെ രീതി. അതങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഈ വേങ്ങര മണ്ഡലത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും എന്നല്ല, മുഴുവൻ മനുഷ്യരുടെയും പ്രതിനിധിയാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് CPM എന്നോ ലീഗെന്നോ കോൺഗ്രസ് എന്നോ അതിലുണ്ടാവില്ല. ഈ രാഷ്ട്രീയക്കാരെന്നുള്ള ആ തീ ഏതെങ്കിലും തരത്തിൽ ഫയർ കുറഞ്ഞു പോകുമോ വേങ്ങര?
അല്ലല്ല, അങ്ങനെയൊന്നും അതിൻ്റെ സാധ്യതയേ ഇല്ല. നിങ്ങൾ ഇനി അതിൽ വെള്ളമൊഴിക്കാനുള്ള ശ്രമം നടത്തിയിട്ട് നടക്കില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. അത് അങ്ങനെ ആകുമ്പോൾ ഞാനല്ലാതെ പോകുന്നൊരു പ്രശ്നമുണ്ട്. അങ്ങനെ കാപട്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം സോഷ്യൽ മീഡിയയൊക്കെ നോക്കുന്ന സമയത്ത് താങ്കളുടെ ഒരു മമ്പറം സന്ദർശനം വലിയ ഒരു ചർച്ചയാണ്. താങ്കൾ മുമ്പ് മക്കാമിൽ പോകുന്നതിനെതിരെ പ്രസംഗിച്ചു എന്നൊക്കെ പറയുന്നത്. ഇപ്പം പോകേണ്ടി വന്നില്ലേ, ഷാജിക്ക് പോകേണ്ടി വന്നില്ല എന്നാണ് ചോദിക്കും. ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. അതൊക്കെ നിങ്ങളുടെ ചോദ്യം പോലും അതിനകത്തുള്ള അപകടം പോലും അല്ലെങ്കിൽ അതിൻ്റെ കുഴപ്പം എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ ഒരു പ്ലാൻഡ് പരിപാടിയാണ്. എങ്ങനെ നിങ്ങൾ പ്ലാൻഡ് എന്നല്ല, എനിക്കെതിരായിട്ട് നടക്കുന്ന ആസൂത്രിതമായ ശ്രമങ്ങളുടെ ഒരു പുതിയ ഭാഗമാണ്. ഞാനതിന് മുമ്പിലൊന്നും പതറുന്ന ആളില്ല. ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഈച്ച് ആൻഡ് എവറി ഇഷ്യൂസുകൾ, ആരാധനാലയങ്ങൾ, വിശ്വാസ ആചാര രീതികൾ, വിശ്വാസമില്ലാത്തവർ, അവരുടെ പ്രതിനിധിയാണ് ഞാൻ. എല്ലായിടത്തും പോകും. ഞാൻ ഇന്ന് ചർച്ചിൽ പോയി, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. എല്ലായിടത്തും പോകണം. അതിനെ മാറ്റിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുക. എന്നിട്ട് നീ അതുണ്ടോ, നിനക്ക് ഇതുണ്ടോ? എൻ്റെ വിശ്വാസം എൻ്റെ മാത്രം വിശ്വാസമാണ്. അത് പ്രകടിപ്പിക്കേണ്ട ഒരു സ്ഥലമല്ല ഈ ജനാധിപത്യ മത്സരങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ഞാൻ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് നിൽക്കും. എല്ലായിടത്തും പോകും. അത് ആരെങ്കിലും കളിയാക്കിയിട്ട് എന്നെ പിറകോട്ട് കൊണ്ടുപോകാനോ. ഈ സന്ദർശനത്തെ ഈ പലപ്പോഴും ആളുകൾ പറയുക അത്തരം സന്ദർശിക്കുന്ന ആളുകളുടെ സ്വാധീനത്തിന് വഴങ്ങുന്നു എന്നുള്ളതൊക്കെയാണല്ലോ. അപ്പോൾ ഈ സന്ദർശനം വേറെ, നമ്മൾ തീരുമാനം എടുക്കുമ്പം അത് സ്വതന്ത്രമായി എടുക്കുന്നു വേറെ, അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല ഞാൻ പറയണത്. ഞാൻ പറഞ്ഞിരുന്ന പോയിന്റ് വളരെ കൃത്യമായിരുന്നു. ഒരു മന്ത്രി എന്നുള്ള നിലക്ക് ഒരാൾ പെരുമാറിയതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെ ചെയ്യുന്ന സാധനവും മറ്റുള്ള ഒരാളുടെ വിശ്വാസത്തിൻ്റെ രീതിയിൽ ഞാൻ എൻ്റെ വിശ്വാസം, ആ വിശ്വാസം ഞാൻ എവിടെ ആയാലും കൊണ്ടുനടക്കാൻ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി അത് കൊണ്ടുനടക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് അതല്ല. തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ എല്ലാത്തിനെയും ഞാൻ പ്രതിനിധീകരിക്കും. എങ്ങനെ ഞാൻ ആരെ പ്രതിനിധീകരിക്കാതിരിക്കുക? ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ എന്തെല്ലാം വിശ്വാസധാരകളുണ്ട്, ഹിന്ദു സമുദായത്തിനകത്ത് എന്തെല്ലാം വിശ്വാസധാരകളുണ്ട്, ക്രിസ്ത്യൻ സമുദായത്തിൽ എന്താ വിശ്വാസധാരണകളുണ്ട്. അതൊക്കെ അവരുടെ പ്രശ്നമാണ്. മുസ്ലിങ്ങളുടെ, ഹിന്ദുക്കളുടെ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ബ്ലോക്കുകളുടെ പ്രശ്നമാണ്. ഇവിടെ മത്സരിക്കുന്ന ഒരു MLA-യുടെയോ ഒരു ജനപ്രതിനിധിയുടെയോ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാവരുടെയും പ്രശ്നങ്ങളെ പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എല്ലായിടത്തും പോകണം. എവിടെ പോയാലും എവിടെയും ഞാൻ വോട്ട് ചോദിക്കാൻ പോകണം. പിന്നെ കളിയാക്കുന്നവർ ഇതിപ്പോൾ തുടങ്ങിയൊന്നുമല്ലല്ലോ. ഷാജിക്ക് ഇത് ഒരു ആദ്യമല്ല, പുത്തരിയല്ല. അതാണ് എനിക്കത് പ്രശ്നമേ അല്ല. എൻ്റെ ഊർജ്ജം എന്താണെന്ന് ഞങ്ങൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അത് പത്രക്കാർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇഞ്ചിന്ന് വിളിച്ചു, മഞ്ഞൾ എന്ന് വിളിച്ചു, പലതും വിളിച്ചു. ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കത് യാതൊരു പ്രശ്നമില്ല. വോട്ടർമാരാണല്ലോ ചുറ്റും ഉള്ളത്. ഈ അഴീക്കോടൊക്കെ 2 തവണ ഉണ്ടായിരുന്നു. അപ്പം ആ വോട്ടർമാരിൽ തമ്മിൽ വ്യത്യാസമുണ്ടോ? ഈ അവിടുത്തെ വോട്ടർമാരും ഇവിടുത്തെ വോട്ടർമാരും അങ്ങനെ അവരുടെ മാനസികാവസ്ഥ? അങ്ങനെയൊന്നുമില്ല. ആളുകൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്പിരിറ്റിന് അങ്ങനെ തന്നെ എടുക്കണം. അവിടെയും ഇവിടെയൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ആളുകൾ കുറേ കൂടെ ഓവർ കോൺഫിഡൻ്റ് ആണ്. അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മൾ ഇത് ജയിച്ചിരിക്കും, നമ്മൾ നേടിയിരിക്കും. ഇവിടെ നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ MLA എന്ന് വിളിക്കുക എന്നുള്ള പരിപാടിയൊക്കെ കൂടെ ഉണ്ട്. ഞാനതിൽ എനിക്കത്ര സന്തോഷമുള്ള കാര്യമല്ല. ആക്ച്വലി ഞാൻ ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ്. ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ നേരത്തെ ചോദിച്ചു, ഒരു ഫൈറ്ററായിട്ടുള്ള ഷാജിനാണ് നമുക്ക് പരിചയമുള്ളത്. അതിന് ഒരു സമയം തരുന്നില്ല. ഇവിടെ ഫൈറ്റ് ചെയ്യാണ്, ഒരു സ്പേസ് തരുന്നില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഈ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ലീഗിൻ്റെ സ്ഥാനാർത്ഥിത്വമായിട്ട് ബന്ധപ്പെട്ട് കുറേ ബഹളങ്ങളൊക്കെ ഉണ്ടായി. അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇപ്പോൾ പോവും എന്നൊക്കെ പറഞ്ഞ് അവസാനം വന്നു. ഇതൊക്കെ ഒരു കല്ലുകടിയായി നിൽക്കുന്നുണ്ടോ മൊത്തത്തിൽ, പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ? ലീഗിലൊരാൾ പോകാൻ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. ലീഗിൽ നിന്ന് ഒരു പഴയ MLA, ഇടതുപക്ഷത്തിൻ്റെ MLA ഇന്ന് ലീഗിലേക്ക് വന്ന് നിങ്ങൾ കണ്ടില്ല. അത് ചോദിക്കണം. റസാഖുകാരായിട്ട് ലീഗിലേക്ക് വന്നു. പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇങ്ങനെ നിൽക്കണതല്ല. ഈ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് അല്ല, കെട്ടി നിൽക്കുന്ന വെള്ളമല്ല. അതൊന്നും ഒരു വിഷയമൊന്നുമല്ല. പക്ഷേ പോകാനും വരാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുന്ന ജനാധിപത്യം ഉണ്ടാവണം. ഡിക്റ്റേറ്റർമാർ ഭരിക്കുന്ന രാഷ്ട്രീയം ഉണ്ടാവരുത്. നമുക്ക് പറയാവുന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞൊരു പ്രയോഗം ആവർത്തിക്കാം. ഒരു പ്രഷർ കുക്കർ പൊളിറ്റിക്സ് വലിയ പ്രയാസമാണ്. പൊട്ടിത്തെറിക്കുമ്പോഴേ അറിയുള്ളൂ. നമ്മൾ മേപ്പെട്ട് നോക്കിയപ്പോഴാണ് ശശിനെ കാണുന്നത്, അവിടെ കാണുന്നത്, കുഞ്ഞിക്കണ്ണനെ കാണുന്നത്. അങ്ങനെയല്ല കാണേണ്ടത്. ഇതിനകത്തും എന്നെപ്പറ്റി നിങ്ങൾ ഒരു ഫയർ ബ്രാൻഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അങ്ങനെ അവകാശം ഉന്നയിക്കല്ല. പക്ഷേ ഞാൻ പാർട്ടിക്കകത്തൊരു റബലായി നിൽക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? പാർട്ടിക്കകത്ത് പറയാൻ എനിക്ക് അവകാശമുള്ളതുകൊണ്ടാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ്. അവരുടെ പ്രശ്നമൊക്കെ പാർട്ടിയുടെ റോട്ടുമല്ല ഉണ്ടാവുക. അവർ പറയാനുള്ളതൊക്കെ അവിടെ തീർക്കുക. അതുകൊണ്ട് അതിനകത്തൊരു കുഴപ്പമുണ്ടാവില്ല. റബൽ ശബ്ദം ഇനി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു റബലാവുക എന്നുള്ളത് എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനെപ്പോഴും റബലായിരിക്കും. വേങ്ങരയിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു സംശയക്കാരില്ല. ആയിരിക്കും. വിഷയത്തിൽ റബലായിരിക്കും. എല്ലാത്തിനും റബൽ തന്നെ ആയിരിക്കും. വേങ്ങരയിൽ വോട്ടർമാരോട് പറയുന്നു ഇനി മുന്നോട്ട് വെക്കുന്നു, വികസനമായിരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയമായിരിക്കും, എന്തായിരിക്കും? രണ്ടുമുണ്ട്. വേങ്ങരയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയേണ്ടത് വികസനമാണ്. എന്നാൽ പൊതുവിൽ സംസാരിക്കേണ്ടത് ഞാൻ രാഷ്ട്രീയമാണ്. അന്താരാഷ്ട്ര തലത്തിലായാലും കേരള രാഷ്ട്രീയത്തിലായാലും ഞാനിവിടെ പറയുന്ന എൻ്റെ വികസന കാഴ്ചപ്പാടുകൾ വേങ്ങരയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല.
കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അത് വേങ്ങരയിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും എന്നല്ലാതെ വേങ്ങരയ്ക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രതിനിധീകരിക്കുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, നിയമനിർമ്മാണമാണ്. വേങ്ങരക്കാർക്ക് മാത്രമല്ല നിയമം, കേരളത്തിന് പൊതുവിലുള്ള നിയമം ഉണ്ടാക്കുന്ന അവിടെ അതിൽ തന്നെ ഇതിൽ ഞാൻ ഉണ്ടാവുള്ളൂ. രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വന്നു കഴിഞ്ഞു. ഈ പാലക്കാട് കേന്ദ്രീകരിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇവിടെ CPM-നെതിരെ ഇപ്പം UDF ഇവിടെ സഖ്യം CPM ആയിട്ടുള്ള ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിനെ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആ പറയുന്നതിൽ എന്താണ്? അല്ല, അത് കുറച്ചുകൂടെ പരിശോധിച്ച് പറയേണ്ട കാര്യമാണ്. ഞാൻ ഒന്നാമത് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ നമ്മളെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ വേറെയുള്ള കാര്യങ്ങൾ ഞാൻ അറിയാത്ത കാര്യങ്ങൾ പറയുന്നത് ഞാനൊന്ന് പരിശോധിച്ചിട്ട് പിന്നെ ചോദിക്കും പറയും. ഏതായാലും വേങ്ങരയിൽ അദ്ദേഹം പ്രചരണ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ കൺവെൻഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ നിലപാടുകൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഉള്ളതല്ല വേങ്ങരയിലെ സ്ഥാനാർത്ഥിത്വം എന്ന് ഉറച്ചു പറയുകയാണ് KM ഷാജി ഇപ്പോഴും. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.